എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിവാഹശേഷം ബഹുഭൂരിപക്ഷം സ്ത്രീകളും പലരിൽ നിന്നും പല തരത്തിലുള്ള കുത്തുവാക്കുകളും കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് അമ്മായിയമ്മ, നാത്തൂന്, അല്ല ബന്ധുക്കൾ, നാട്ടുകാർ പലരിൽ നിന്നും കേൾക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഭർത്താവിൻ്റെ ഉയർച്ച താഴ്ചകൾ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭർത്താവ് ഇനിയിപ്പോൾ നന്നായാലും അതിൻ്റെ ക്രെഡിറ്റും സ്ത്രീക്ക്, വളരെ മോശപ്പെട്ട് ജീവിതം നശിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റും സ്ത്രീക്ക് തന്നെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. ഭർത്താവിൻ്റെ കഴിവോ അല്ല കഴിവ് കേട് കൊണ്ടല്ലേ അയാളിങ്ങനെ ഉയർന്നും താണും കളിക്കുന്നത്, അതെന്തിനാണ് എല്ലാവരും കൂടി എൻ്റെ തലയിലേക്ക് ചാത്തുന്നതെന്ന് ചിന്തിക്കാത്ത സ്ത്രീകൾ വളരെ കുറവാണ്. പക്ഷേ സത്യകഥ എന്തെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ജാതക ഫലം തുടങ്ങുന്നത് അവരുടെ വിവാഹശേഷമാണ്. എന്താണെന്ന് വെച്ചാൽ വിവാഹശേഷം, ഒരു പുരുഷൻ്റെ വിവാഹശേഷം അവൻ്റെ ജാതകത്തിൽ എന്തൊക്കെ നല്ല ഗുണങ്ങളുണ്ടോ അതൊന്നും അവന് അനുഭവത്തിൽ വരില്ല. പകരം അവൻ്റെ ഭാര്യയുടെ ജാതക ഫലമായിരിക്കും വിവാഹശേഷം തുടർന്ന് മരണം വരെയുള്ള ജീവിതത്തിൽ. ഇത് നടക്കുന്നത് നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് പറയുകയാണെങ്കിൽ പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടുകയോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ അച്ഛൻ പുരുഷനെ കൈപിടിച്ച് കന്യാദാനം നടത്തുകയോ ഇവർ അഗ്നിയെ വലം വയ്ക്കുകയോ ചെയ്യുന്നത് മുതൽ ആ ഒരു നിമിഷം തൊട്ട് ഈ സ്ത്രീജാതക ഫലമായിരിക്കും പിന്നീട് ഈ പുരുഷൻ്റെ ജീവിതത്തിലുടനീളം നടക്കുക. ഇത് വെച്ചിട്ടാണ് പലരും ഈ കുത്തുവാക്ക് സ്ത്രീകളുടെ മേലിടുന്നത്. നിന്നെ കെട്ടി അന്ന് തൊട്ട് എൻ്റെ മോൻ്റെ കണ്ടകശനി തുടങ്ങി, അതുവരെ നല്ല രീതിയിൽ പോകുന്ന എൻ്റെ മോൻ പാടെ നശിച്ചു തുടങ്ങി എന്നിങ്ങനെ പല തരത്തിലും പറയാറുണ്ട്. ഈ വിഷയം ഞാനിവിടെ പറയാനുള്ള മെയിൻ കാരണം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ കൂടെ +2 ബാച്ച് പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവൾ ലവ് മാരേജ് ആയിരുന്നു. ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യനുമായിട്ട് അവൾ കല്യാണം കഴിഞ്ഞു. അവൻ വളരെ നല്ല സാലറിയിൽ വളരെ നല്ല രീതിയിൽ ജോലിയുമായി പോയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പയ്യൻ. പക്ഷേ ഇവളെ വിവാഹം ചെയ്തതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. അന്ന് തൊട്ട് അവന് കഷ്ടകാലം. പിന്നെ അവനൊരു തുടർച്ചയായിട്ട് അവനൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി, അത് സക്സസ് ആയില്ല. അങ്ങനെ പല തരത്തിൽ അവന് മൊത്തം തിരിച്ചടി. അപ്പോൾ അവൻ്റെ വീട്ടുകാർ മൊത്തത്തിൽ ഇവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആദ്യം ഇവൾക്ക് ഇൻഫോസിസുകാരനായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, ഓ ആ പെണ്ണിൻ്റെ ഭാഗ്യം, നല്ല ഭാഗ്യജാതകമുള്ള കുട്ടി, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ ഇവൻ്റെ ഈ അധപതനം കണ്ടപ്പോൾ നേരെ തിരിച്ചിട്ട് അവളെ പറയാൻ തുടങ്ങി. അവളുടെ ജാതക ദോഷം, അവളുടെ ലക്ഷണം കിട്ട ആ പെണ്ണിനെ എപ്പോൾ കല്യാണം കഴിച്ചോ അന്ന് തൊട്ട് അവൻ്റെ കഷ്ടകാലം തുടങ്ങി. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മാത്രം അനുഭവമല്ല, ഇങ്ങനെ ഒരുപാട് പേർക്ക് പല അനുഭവങ്ങളുണ്ടാകും. എൻ്റെ ഈ ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും പലതും ഓർമ്മ വരുന്നുണ്ടാവും, ഇത്തരത്തിലുള്ള ഓരോ അനുഭവങ്ങളും. വയസ്സ് വരെ ഒരു സ്ത്രീക്ക് 20 വയസ്സ് വരെ സ്വന്തം അച്ഛനും പിന്നെ 45 വയസ്സ് വരെ ഭർത്താവിനും 45 വയസ്സിന് ശേഷം അവളുടെ മക്കൾക്കുമാണ് ഇവളുടെ ജാതക ഫലം അനുഭവത്തിൽ വരുന്നത്. എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അനുഭവിക്കാനുള്ള യോഗം സ്ത്രീക്കില്ല. അത് മറ്റൊരിടത്ത് പറഞ്ഞാൽ സ്ത്രീജാതകത്തിൽ രാജയോഗം ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാനുള്ള യോഗം വരിക എങ്ങനെ, ഭർത്താവ് വഴിയേക്കും. ഒരു ഉദാഹരണം പറയാമെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒരു പിച്ചക്കാരനെ കല്യാണം കഴിച്ചെന്ന് വെച്ചോ, പക്ഷേ അവളെ ജാതകത്തിൽ അവൾക്ക് വിവാഹശേഷം രാജകീയമായി ജീവിക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ ആ പിച്ചക്കാരൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഏതെങ്കിലും ഒരു വഴി കൂടെ കോടീശ്വരനായി മാറും. അതുവഴി അവൾക്ക് ആ ഒരു യോഗ ഫലം അനുഭവിക്കാനിടയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ പുരുഷ ജാതകത്തിൽ അവന് ദീർഘായുസ്സാണ് യോഗമെങ്കിലും അവൻ 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ വിവാഹം ചെയ്യുന്ന സ്ത്രീക്ക് അവൾ ഒരു 30 വയസ്സിൽ വിധവയാകുന്നുണ്ടെങ്കിൽ അവളുടെ ജാതകത്തിൽ ആ വിധവ യോഗമായിരിക്കും അവൻ്റെ ജാതകത്തിൽ പ്രാബല്യത്തിൽ വരിക. അവൾക്ക് 30 വയസ്സാകുമ്പോൾ ഈ പുരുഷൻ ഇത്രയും ജാതകത്തിൽ ദീർഘായുസ്സുള്ള ആ പുരുഷൻ മരണപ്പെടും. അതുകൊണ്ടാണ് പൊതുവെ പലരും പറയുന്നത്, ഈ ജ്യോത്സ്യന്മാരൊക്കെ പറയില്ലേ 8 ചൊവ്വയുള്ള പെണ്ണിനെ കഴിക്കരുത്. പക്ഷേ ഇത് പലരും ഇന്ന് ജ്യോത്സ്യന്മാരെ വെച്ച് ട്രോൾ ചെയ്യുന്നതും അവരെ പരിഹസിക്കുന്നതും കാണുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അരമുറി ജ്യോത്സ്യന്മാരാണ് 99%. ജ്യോതിഷത്തെക്കുറിച്ച് അത്രയേറെ ആഴങ്ങളിൽ പഠിച്ച ജ്യോത്സ്യം പറയുന്ന കാര്യങ്ങൾ മാത്രമേ കറക്റ്റായിട്ട് വരാറുള്ളൂ. ബാക്കി എല്ലാവരും ഈ ബുക്ക് പറഞ്ഞ ബൈഹാർട്ട് 8 ചൊവ്വയുണ്ടായാൽ വിധവ, 7 ശനി ഉണ്ടായാലും ഡിവോഴ്സിനും, ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ച കാര്യങ്ങൾ മാത്രം വെച്ച് ഒരു ജാതകം നോക്കി ഒരു ഗ്രഹനില കണ്ടാൽ അത് വെച്ച് വിളമ്പും. ചിലപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ വരില്ല. അപ്പോൾ അവരെന്താ പറയുക, ആ കള്ള ജ്യോത്സ്യം എൻ്റെ ജാതകത്തിൽ ഞാനിങ്ങനെ വിധവയാകുന്നു മറ്റേതാകുന്നു പറഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 50 വർഷമായി ഒരു കുന്തവും നടന്നിട്ടില്ല, ഈ ജ്യോതിഷമൊക്കെ വെറും ഉടായിപ്പാണെന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തും. അപ്പോൾ അത് തന്നെ കേൾക്കുന്നവർ ഫോളോ ചെയ്യും. അതുകൊണ്ട് ഇന്ന് കേരളത്തിലുള്ള 98% ജ്യോത്സ്യന്മാരും ഉടായിപ്പ. അത്രയേറെ ആഴത്തിൽ പഠിച്ച് പറയുന്ന ജ്യോത്സ്യന്മാർ വളരെ കുറവാണ്. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ അത് അച്ചട്ടായിരിക്കും. നമ്മുടെ കറക്റ്റ് ജനന സമയം ഡേറ്റും കൊടുത്താൽ അവർ നമ്മളെ ഫ്യൂച്ചറും പ്രസൻറ്റും പാസ്റ്റൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞുതരും. അതിന് ഏറ്റവും ഒരു ഉദാഹരണം, ഞങ്ങളുടെ ഒരു നെയ്ബറായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അവർ രണ്ടാം വിവാഹം കഴിച്ച സ്ത്രീ ആദ്യം കഴിച്ച വിവാഹത്തിലെ ഭർത്താവ് മരിച്ചു. അങ്ങനെ ഇവർ രണ്ടാം വിവാഹം കഴിച്ചു, അതും 1 വർഷത്തിനിടയിൽ അതും മരിച്ചു. പിന്നെ അവർ മൂന്നാമതും ചെയ്തു, മൂന്നാമത്തതും മരിച്ചു.
അപ്പം ആദ്യ വിവാഹത്തിലെ ഭർത്താവ് വെച്ചപ്പോൾ ഒരു ജോസിനെ അവർ പോയി കണ്ടപ്പോൾ അവരെന്താ പറഞ്ഞത്, ആദ്യ ഭർത്താവ് മരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനിയൊരു ദോഷമൊന്നുമില്ല, ഇനി നിങ്ങൾ ധൈര്യമായിട്ട് രണ്ടാമത് കെട്ടിക്കുന്നു. അപ്പോൾ രണ്ടാമത് മരിച്ചപ്പോൾ മറ്റൊരു ജോസിനെ പോയി കണ്ടപ്പോൾ അയാൾ പറഞ്ഞ കുഴപ്പമില്ല, രണ്ടാൾ പോയതുകൊണ്ട് ദോഷങ്ങളൊക്കെ തീർന്ന് മൂന്നാമത് കെട്ടിക്കുന്നു. അപ്പോൾ ഈ മൂന്നാമത് കെട്ടിയതിന് ശേഷം ആ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷമാണ് ഇവർ ഈ ഏറ്റവും നന്നായി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ജോസിനെത്തിയത്. ഞാൻ ജോസിൻ്റെ അടുത്ത് എത്തിയിട്ട് ഈ സ്ത്രീയുടെ പാരൻസ് ജോസിനോട് എൻ്റെ മകളെ ഇത്ര 3 വിവാഹം കഴിഞ്ഞ് 3 ഭർത്താക്കന്മാരും മരിച്ചു പോയി എന്നുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവർ മറ്റൊരു ജില്ലയിലുള്ള ജോത്സ്യനാണ് പോയി കണ്ടത്. ഇവരായിട്ട് യാതൊരു ബന്ധം ഇവർ അറിയുമൊന്നും ചെയ്യാത്ത മറ്റൊരു ജില്ലയിലെ ജോത്സ്യനെ പോയി കണ്ടപ്പോൾ ആ ജോത്സ്യം ഈ സ്ത്രീയുടെ ജാതക ഗ്രഹനില പരിശോധിച്ച് ഈ പാരൻസിനോട് ഇങ്ങോട്ട് പറയുകയാണ് ഉണ്ടായത്, നിങ്ങളുടെ മകൾ ഇപ്പോൾ 3 വിവാഹം കഴിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ടല്ലോ, ഇപ്പോൾ 35 വയസ്സിനുള്ള നിങ്ങളുടെ മകൾ 3 വിവാഹം കഴിഞ്ഞിരിക്കുമല്ലോ, 3 ഭർത്താക്കന്മാരും മരിച്ചിട്ടുണ്ടാകുമല്ലോ എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ പാരൻസ് ഞെട്ടിപ്പോയി. എന്നിട്ട് ആ ജോസ്യം പറഞ്ഞു, നിങ്ങളുടെ മകളിനി ആരെയും വിവാഹം ചെയ്യരുത്, കാരണം അവൾക്ക് ഭർത്താവ് വാഴില്ല എന്നാണ് ജാതകത്തിൽ. ഇനി എത്ര ദീർഘായുസുള്ള ആൾക്കാർ ഏത് പുരുഷനെ കിട്ടിയാലും അവൾക്ക് ഭർത്താവ് വാഴില്ല, അതാണ് അവളുടെ ജാതകം. അപ്പോൾ ഇത് കേട്ടപ്പോൾ പാരൻസ് ആകെ തകർന്നു പോയി. അപ്പോഴാണ് അവർക്ക് ഈ ജ്യോതിഷത്തിൽ തന്നെ വിശ്വാസം വന്നത്. അതുവരെ അവർ പോയത് അരമുറി ജ്യോത്സ്യന്മാരുടെ അടുത്ത്, ബുക്കിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ച് 1-ാം ഭാവത്തിൽ ചൊവ്വ വന്നാൽ ഇങ്ങനെ, 2-ാം ഭാവത്തിൽ വന്നാൽ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചിട്ടുള്ള ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് അവർക്ക് ഉഡായ്പ പെട്ടുപോയി, അവരുടെ മോളെ ജീവിതവും പോയി. പക്ഷേ അത് വെച്ചിട്ടാണ് ഇന്ന് കേരളത്തിൽ തന്നെ മൊത്തം ട്രോളും ഉണ്ടാക്കുന്നത്. ഈ ജ്യോത്സ്യന്മാരെന്ന് വെച്ചാൽ പക്ക ഉടായ്പാണ്. നമ്മളിപ്പം ബഹിരാകാശത്ത് പോയിട്ട് അവിടെ വീട് ഫ്ലാറ്റ് എടുക്കുന്നു, പിന്നെ അവിടെ ഒരു ചൊവ്വയും കൊണ്ട് കളിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പരിഹാസം കേൾക്കുന്നുണ്ട്. കാരണം അതിൽ തെറ്റില്ല. ഭൂരിഭാഗം ജ്യോത്സ്യന്മാർ ഉടായ്പ തന്നെ. അവർ പറയുന്ന കാര്യങ്ങളൊന്നും കറക്റ്റും അല്ല, എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുകയും നമുക്ക് സമാധാനം തരികയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഒന്നും നടക്കലില്ല. ജ്യോതിഷം ആഴത്ത് പഠിച്ച ഒരു ജ്യോത്സ്യനെ പോയി കാണുകയാണെങ്കിൽ നമുക്ക് ജ്യോതിഷത്തിൽ തന്നെ വിശ്വാസം വരും, ദൈവത്തിൽ വിശ്വാസം വരും. കാരണം അവർ പറയുന്ന ഓരോ കാര്യങ്ങളും പക്ക സത്യമായിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കപ്പിൾസാണ് ദിലീപ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരെ വിവാഹം ചെയ്തതിന് ശേഷം ദിലീപിൻ്റെ ആ കരിയോഗ്രാഫ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ എല്ലാ മേഖലയിലും അയാൾ നല്ല ഉയർച്ച, അയാളുടെ സിനിമകളൊക്കെ വളരെ ഹിറ്റാവുകയും അത്രയും നല്ല ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദിലീപ് കാവ്യമായിട്ടുള്ള വിവാഹശേഷം പൊടുന്നനെ എല്ലാം താറുമാറായി ഇപ്പോൾ പൊട്ടിയിരിക്കുക. കംപ്ലീറ്റ് ഒരു ജീവിതം തന്നെ നശിച്ച അവസ്ഥയിലാണ്. അപ്പോൾ അത് തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഭാര്യമാരുടെ ജാതകഫലം എത്രത്തോളം ഭർത്താവിന് അനുഭവത്തിൽ വരുന്ന കാര്യം. അല്ല, കാവ്യക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചിട്ട് ഭർത്താവ് മൊത്തത്തിൽ അങ്ങ് ഉയർന്നു പോയിട്ടൊന്നുമില്ല. പൊടുന്നനെ അയാൾ താണു പോവുക ചെയ്തത്. അതുപോലെ നമ്മളൊക്കെ പൊതുവേ കേൾക്കുന്നൊരു കാര്യമാണ്, നാട്ടിൽ കഞ്ചാവ് ഒടിച്ച് മദ്യവെച്ച് നടക്കുന്ന ഒരു ചെറുക്കനെ പിടിച്ച് കെട്ടിക്കുക. അപ്പോൾ അവർ കെട്ടുമ്പോൾ വീട്ടുകാർ പറയുന്ന അവസ്ഥ ഒരു കാര്യമുണ്ട്, ഒരു പെണ്ണ് വന്നാൽ ചിലപ്പോൾ അവൻ രക്ഷപ്പെടാൻ ഒരു ചാൻസ് ഉണ്ടെന്ന്. ആ രക്ഷപ്പെട്ട സംഭവങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണാറുണ്ട്. കഞ്ചാവ് മദ്യവെച്ച് നടക്കുന്ന പല ചെക്കന്മാരും ഒരു പെൺകുട്ടി ഭാര്യയായി ലൈഫിൽ വരുന്നതോടുകൂടി അവൻ്റെ വളരെ നല്ല നിലയിലേക്ക് വരികയും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തൊരു ജീവിതം അവർക്ക് കിട്ടുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാരണം ആ പെൺകുട്ടിയുടെ ജാതകത്തിൽ അവൾക്ക് വളരെ നല്ല രീതിയിൽ ജീവിക്കാനുള്ളൊരു യോഗമുണ്ട്. അത് അവൾ ഭർത്താവിനെയൊക്കെ അനുഭവത്തിൽ വരുന്നതാണ്. അതുപോലെ അതുവരെ ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്ന ചെക്കന്മാരെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചാൽ വിവാഹശേഷം പിന്നെ അവർ പെറ്റ് വീട്ടിൽ കിടക്കുന്ന അവസ്ഥയായിരിക്കും. പുറത്തേക്ക് ഇറങ്ങാനില്ല, ഒരു ജോലിയും കിട്ടില്ല. അവരുടെ ജീവിതം ഇങ്ങനെ മരണം വരെ ഇങ്ങനെ ഒരു ജോലിയും കൂലി ഇല്ലാതെ ഇങ്ങനെ തള്ളി നിൽക്കും. കാരണം അതിൻ്റെ കാരണം എന്താ, ഈ വന്നു കയറിയ പെണ്ണിന് ഒരു തരത്തിലും ഭർത്താവ് രക്ഷപ്പെടാനുള്ള ഒരു യോഗം അവളുടെ ജാതകത്തിലില്ല. ഭർത്താവ് വന്നത് നശിച്ചു പോകാനുള്ള യോഗം മാത്രമേ ഇവിടെ ജാതകത്തിലുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിനെ മറികടക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോയെന്ന്. അപ്പോൾ ജ്യോതിശാസ്ത്രത്തിലായാലും മറ്റെന്തിലായാലും പറയുന്ന കാര്യം കർമ്മം കൊണ്ട് നമുക്കത് മറികടക്കാൻ പറ്റും. കാരണം അധികം ഈ ജാതക ഫലം കൂടുതലും കണ്ടുവരുന്ന അത്രയും ദുഷ്ട മനസ്സുള്ള സ്ത്രീകൾക്ക് ഇങ്ങനൊരു ഫലം കൂടി ജാതകത്തിലുണ്ടെങ്കിൽ അത് കൂടിക്കൂടി വരികയുള്ളൂ. അത് അവരെ കൂടുതൽ നാശത്തിലേക്ക് നയിക്കും. കാരണം അവരെ മനസ്സിൽ അസൂയ, കുശുമ്പ്, മറ്റുള്ളവരെ നന്നാവുന്നതിലും അവർക്ക് മൊത്തത്തിൽ ടെൻഷനാണ്. പക്ഷേ അവരത് പുറത്ത് കാണിക്കില്ല. പുറത്ത് നല്ല ചിരിച്ച് മയക്കി നടക്കുമെങ്കിൽ ഉള്ളുകൊണ്ട് അവർ മറ്റുള്ളവരുടെ ഉയർച്ചയിലൊക്കെ അത്രയധികം അസൂയപ്പെടുകയും അതാലോചിച്ച് ടെൻഷനായിട്ട് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിപ്പിടിച്ച് നല്ല നേർവഴിക്കും നല്ല മനസ്സോടു കൂടി ചിന്തിച്ച് ജീവിച്ചു തുടങ്ങിയാൽ നിങ്ങളെ ഈ ജാതകഫലം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മാറി ജാതകഫലത്തിൽ അത്രയും കഷ്ടപ്പാട് അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിലും അത് കുറഞ്ഞു വരും. പിന്നെ ഈശ്വര പ്രാർത്ഥനയുമാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന 2 കാര്യങ്ങൾ. ഇത്തരം സ്ത്രീകൾ എന്ന് വെച്ചാൽ ജാതകത്തിൽ വളരെ മോശ ഫലമുള്ള സ്ത്രീകൾ എന്നും ഈ കുശുമ്പും കുന്നായ്മ നുണയും കൊണ്ട് നടന്ന് മറ്റുള്ളവരെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞ് പരത്തുകയും അപവാദം പറഞ്ഞ് പരത്തിയിട്ടൊക്കെ സന്തോഷം കണ്ടെത്താറുണ്ട്. എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും മാത്രം നല്ലത്, ബാക്കി എല്ലാവരും വളരെ മോശം, ഇതൊക്കെ പറഞ്ഞ് പരത്തുന്ന സ്ത്രീകൾക്ക് മരണം വരെ കഷ്ടപ്പാടായിരിക്കും ഫലം. നിങ്ങൾക്ക് ചുറ്റും തന്നെ നോക്കിയാൽ അങ്ങനെ സ്ത്രീകളെ കാണാൻ പറ്റും. അവരിങ്ങനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷമില്ലാതെ ഇങ്ങനെ നരകിച്ച ജീവിതം തീർക്കും. എന്നാൽ ഇവരുടെ സ്വഭാവം വിട്ടൊരു കഴിയില്ല. അത് തന്നെ അവരുടെ തലമുറകൾ, പെൺമക്കളുണ്ടെങ്കിൽ അവരും ഇത് തന്നെ ഫോളോ ചെയ്യും. അവരുടെ ജീവിതം നോക്കിയാൽ ഇതേ ഒരു അവസ്ഥയിലൂടെയായിരിക്കും പോകുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഓഡിയോ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ലൈഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും എന്തുകൊണ്ടായിരിക്കും എൻ്റെ ജീവിതം ഇങ്ങനെയെന്ന്. ആ സ്വഭാവത്തിലൊരു ചെറിയൊരു മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് നല്ലൊരു യോഗം, പുതിയൊരു ജീവിതം തന്നെ തുടക്കം കുറിക്കുന്നത് കാണാൻ കഴിയും.
പിന്നെ മറ്റ് ചില ജ്യോത്സ്യർ നല്ല നക്ഷത്രം നോക്കിയിട്ട് പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് കെട്ടിയാൽ മതി എന്ന് പറയും. എന്ന് വെച്ചാൽ ചോതി നക്ഷത്രം, അതിൽ അവർ പറയുന്ന ചോതിയിലുള്ള പെണ്ണിനെ കിട്ടിയ പിന്നെ ഭർത്താവിനും അടിക്കടി ഉയർച്ചയായിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, ചതയ നക്ഷത്രത്തിൽ അല്ല മൂല നക്ഷത്രത്തിലുള്ള പെൺകുട്ടികളെ കെട്ടിയാൽ കെട്ടുകയേ ചെയ്യരുത്, കയറുന്നിടം നശിച്ചു പോകുന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്നതെല്ലാം ചില കാര്യങ്ങൾ നമുക്കത് ശരിയായി തോന്നാറുണ്ട് ചിലരുടെ ജീവിതം കാണുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും നക്ഷത്രം നോക്കി മാത്രം കെട്ടരുത്. കാരണം നക്ഷത്രത്തിലുള്ള ഓരോ ഭാവങ്ങളും ഗ്രഹങ്ങളും അവയുടെ അനുഭവ ഫലം കൂടി നോക്കിയിട്ട് വേണം നമ്മൾ കെട്ടാൻ. അല്ലാതെ ചോദ്യമാണെന്ന് വെച്ചിട്ട് ഞാൻ വളരെ നന്നാവുന്നുള്ള ഇതിൽ നിന്ന് ആരും, പ്രത്യേകിച്ച് പുരുഷന്മാരോട് ചോദ്യ നക്ഷത്രമുള്ള പെണ്ണിനെ കിട്ടിയാൽ ഞാൻ ഭയങ്കര കൊമ്പത്തെത്തുന്ന വിചാരിച്ച് കെട്ടാൻ നിൽക്കണ്ട. അവരുടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളൊക്കെ നല്ല ജ്യോത്സ്യനെ കൂടെ നോക്കിപ്പിക്കുക. അതിൽ നന്നാകാനുള്ള യോഗം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നന്നാകുക. അല്ലാതെ ഈ നരകിക്കാനുള്ള യോഗം ഉള്ളതെങ്കിൽ അത് ഈ ഭർത്താവിൻ്റെ ജാതകത്തിലേക്ക് ഷെയർ ചെയ്യപ്പെടും. പിന്നെ ഭർത്താവിൻ്റെ ജീവിതം വളരെ നരകമായിരിക്കും. ഒരു ജ്യോതിഷിയെ പോയിട്ട് സ്ത്രീ ജാതകവുമായിട്ട് ഒരു ജ്യോതിഷിയെ കാണുമ്പോൾ 2-ാം ഭാവം കൊണ്ട് ഭർത്താവിൻ്റെ ആയുസ്സും, 3-ാം ഭാവം കൊണ്ട് അവരുടെ ഉയർച്ച താഴ്ചകളും, 7-ാം ഭാവം കൊണ്ട് കുടുംബവും സന്താനങ്ങളും സന്തോഷം സമാധാനം, ഇങ്ങനെ 10-ാം ഭാവം കൊണ്ട് അവരുടെ കർമ്മ ജോലി സമ്പത്ത്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് വിശകലനം ചെയ്താൽ നല്ലൊരു ജ്യോതിഷിയാണെങ്കിലും നിങ്ങളുടെ ഭാവി, ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ നിങ്ങളുടെ ഭാവി എങ്ങനെ ഇരിക്കുന്നു അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അല്ലാത്തവരാണെങ്കിൽ എട്ട് പഠിച്ച കാര്യങ്ങൾ അതേപോലെ നിങ്ങളോട് സാധിക്കുകയും ചെയ്യും. അതിൽ നിന്നൊരു കാര്യം ഉണ്ടാവില്ല, അതൊന്നും അനുഭവത്തിൽ വരികയില്ല. നല്ലൊരു ജ്യോതിഷിക്ക് ഇതൊക്കെ ഓരോ ഭാവങ്ങളും ഗ്രഹങ്ങളുടെ നിൽപ്പോ അതിലേക്ക് വല്ലതിൻ്റെ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടോ, ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും അയാൾ കാര്യങ്ങൾ നിങ്ങളോട് ഗണിച്ച് പറഞ്ഞു തരിക. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ജ്യോതിഷികളെ, അവർ വെറും ഉഡായിപ്പെന്ന് പറയുന്നത് നിർത്തിയിട്ട് നല്ലൊരു ജ്യോതിഷിയെ കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറൊക്കെ കറക്റ്റായി പ്രവചിച്ച് തരുന്ന ഒരു അത്രയും നല്ലൊരു ഉപാസകനെ കണ്ട് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജ്യോതിഷത്തോടും ദൈവത്തോടുള്ള വിശ്വാസങ്ങൾക്ക് കൂടിക്കൂടി വരും. അല്ല തലമുറയന്മാരെ കണ്ടിട്ട് ഇനിയെങ്കിലും നിങ്ങൾ ജ്യോതിഷന്മാരിന് ഉടായ്പാണ്, ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് ആരും പറയരുത്. അപ്പോൾ ഞാൻ മുമ്പേ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാനലിൽ എനിക്ക് അനുഭവത്തിലുള്ളതും അല്ല മറ്റുള്ളവർക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ വീഡിയോസായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യണം. മാത്രമല്ല എൻ്റെ ചാനലിൽ കൊച്ചുകുട്ടികൾക്കുള്ള ഡ്രോയിങ്, പിന്നെ എൻ്റെ ചെറിയൊരു കൃഷി, ഈ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വീടിൻ്റെ വാസ്തു സംബന്ധിച്ചുള്ള ഇങ്ങനെ പല വീഡിയോസും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. താങ്ക് യു.